പോലീസ് ഉടനെ എത്തുമെന്ന് ഞാൻ മോഹനോട് പറഞ്ഞു. അത് കേട്ട് അയാൾക്കാകെ അങ്കലാപ്പായി. ശേഷം സരസ്വതി ടീച്ചറെ ലക്ഷ്യം വെച്ച് തോക്ക് ചൂണ്ടി. അപകടം മനസ്സിലായി. ഞാൻ ടീച്ചറെ തള്ളി മാറ്റി. അന്നേരമാണ് അയാള് ഷൂട്ട് ചെയ്തതും എന്റെ തോളിൽ വെടിയേറ്റതും. അന്നേരം പോലീസ് പുറത്തെത്തിയിരുന്നു. അത് മനസ്സിലാക്കി മോഹൻ തന്റെ കയ്യിലെ തോക്ക് പെട്ടെന്ന് സന്തോഷിന്റെ കയ്യിൽ വെച്ചു കൊടുത്തു. പോലീസ് എത്തി കാണുന്നത് വെടിയേറ്റ് നിലത്ത് കിടക്കുന്ന എന്നെയും തോക്ക് പിടിച്ചു നിൽക്കുന്ന സന്തോഷിനെയാണല്ലോ. സരസ്വതി ടീച്ചറും കൃഷ്ണേന്ദ്രൻ സാറും എന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള വെപ്രാളത്തിലായിരുന്നു. അന്നേരം സന്തോഷിനെ തോക്കോടെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. മോഹനാണപ്പോ ഫയർ ചെയ്തല്ലേ? അതെ സർ. എടാ മരുമോനെ, നീ ഒന്നും ആലോചിക്കണ്ട. നിന്റെ ജീവിതം ഈ വിധത്തിൽ കുട്ടിച്ചോറാക്കി തൊലച്ചവളകള്. വേണ്ട മോനെ, വക്കേ കൊല്ലവളെ. നിന്റെ ടീച്ചറാ പറയുന്നേ. വേണ്ട സന്തോഷേ വേണ്ട. സന്തോഷേ വേണ്ട. വച്ചോ വേണ്ട. വേണ്ട, സന്തോഷേ അരുത്, സന്തോഷേ സന്തോഷേ വേണ്ട. വേണ്ട. നിന്നെ കൊണ്ട് ഇതിനൊന്നിനും കൊള്ളില്ല. എന്റെ കൈ കൊണ്ട് ചാവാനടി നിന്റെ. അയ്യോ മോനെ, പോലീസിന്റെ ചുറ്റും സന്തോഷിനെ കൊടുക്കാനായി മോഹനും സന്തോഷിന്റെ മാമനും കൂടിയാ ക്ലിനിക്കിൽ നിന്ന് സന്തോഷിനെ ആ താവളത്തിലേക്ക് തട്ടിക്കൊണ്ടുപോയത്. ഓക്കെ ജോൺ, എന്നാ റെസ്റ്റ് എടുക്കാം. ഹെൽത്ത് ഓക്കെ ആയിട്ട് നമുക്ക് സംസാരിക്കാം. ശരി സർ. ഓക്കെ, താങ്ക് യു ഡോക്ടർ. ഓക്കെ. ജോണേട്ടാ എങ്ങനെയുണ്ട് എന്റെ കോലം? എന്താ ജോണേട്ടാ അറിഞ്ഞപ്പോ ഞാൻ ശരിക്കും പേടിച്ചുപോയി. നമ്മള് പണ്ട് സിനിമയിലൊക്കെയല്ലേ തോക്കും വെടിയൊക്കെ കണ്ടിട്ടുള്ളൂ. ഇപ്പോ ജീവിതത്തിൽ കണ്ടു തുടങ്ങി. ജോണേട്ടന് ഇതൊക്കെ എങ്ങനെ ഇത്ര ഈസി ആയിട്ട് പറയാൻ പറ്റുന്നത്? ഇത്ര ഈസി ആവണ്ട അല്ലെ? ആവണ്ട. വിഷ്ണുട്ടൻ മൊഴിയെടുത്ത് തറഞ്ഞു സന്തോഷേട്ടനെ രക്ഷിച്ചു ജോണൻ അല്ലേ? അങ്ങനെ വേണ്ടേ? അവൻ സത്യത്തില് ഇരയാക്കപ്പെട്ടതല്ലേ? ഇത്തരത്തിൽ പെരുമാറാനുള്ള ബോധ്യമൊന്നും ഇപ്പോ സന്തോഷിനില്ല. എങ്കിലും അങ്ങനെ പറയണമെന്ന ജോണേട്ടന്റെ തീരുമാനമാണ് സന്തോഷേട്ടന്റെ ജീവൻ രക്ഷ. പിന്നെ ജോണേട്ടൻ ഈ കിടപ്പ് കിടക്കുന്നത് പോലും എന്റെ അമ്മയുടെ ജീവൻ രക്ഷിച്ചത് കാരണമല്ലേ? അതിന് ഞാൻ എങ്ങനെ നന്ദി പറയുന്ന ജോണേട്ട? നന്ദിയൊക്കെ പറഞ്ഞ വല്ലാതെ ഔപചാരിക ആവണ്ട വീണ. അതെ, എന്നാ ശരി ജോണേട്ട, റെസ്റ്റ് എടുക്ക. ഞാൻ പുറത്തുണ്ടാവും. ശരി വീണ. വെടി വെക്കട സന്തോഷേ. സന്തോഷേ വെടി വെക്കണേ. വെടിവെക്കും ഞാൻ. വെടിവെക്കുമ്പോ പോലീസ് വരും. അപ്പോ പോലീസിനെയും തട്ടിയേക്കണം. സന്തോഷേ എന്റെ ഇട്ട് വയ്ക്കട വെടി. വയ്ക്കും ഞാൻ. മോനെ സന്തോഷം. തന്നെ വെക്കുമെന്ന് പറഞ്ഞ ഞാൻ വെടിവെക്കും. സൂക്ഷിച്ചോ. സന്തോഷേ, ഒരു ഗുളികയുണ്ടേ, വാ തുറന്നേ. തുപ്പരുത്. മറ്റേ കൈപ്പള ഗുളിക അയ്യോ അല്ല, ഞാൻ തുപ്പും. ഇതല്ല, ഇത് ശക്തിമരുന്നാ. എന്നാ ഓക്കെ. ഞാൻ വെള്ളം എടുത്തിട്ട് വരാമേ. എനിക്ക് വെള്ളമൊന്നും വേണ്ട. ഒരു ഇഞ്ചക്ഷനോടുണ്ടേ, സന്തോഷിനൊന്ന് പിടിക്കണേ. മോനെ തൂത്താതെടി. എന്റെ തോക്കുണ്ടായിട്ടും നിനക്ക് ഇത്രയ്ക്ക് ധൈര്യോ? ഇത് ഗുളികയുടെ കൂടെ പതിവുള്ളതാ, ശക്തിക്കുള്ളതാ. ശക്തി മാത്രം പോരാ, ബുദ്ധിയും വേണം. അതിനുള്ള മരുന്ന് പിന്നെ തരാവേ. മറക്കരുത്. ഒത്തൊരു വേദന. തോക്കൊഞ്ച് അന്ന് ക്ലിനിക്കിൽ വെച്ച് മോളോട് സന്തോഷിന് വലിയ പകയായി. കണ്ടാ എന്താവൂന്ന് അറിയില്ല. നീ പിന്നെയും വന്നോടി. നിനക്കൊണ്ട് വെടി. എന്നോട് കളിക്കാൻ വന്നിരിക്കാ. കൊല്ലി ഞാൻ എല്ലാത്തിനെയും. എന്നെ വെടിവെച്ച നിങ്ങളുടെ എല്ലാ പ്രശ്നവും തീരുമെങ്കില് വെക്കി വെടി. കുഞ്ഞി സന്തോഷിന് വയ്യാത്തല്ലേ? ഇത്രയൊക്കെ കിട്ടിയിട്ടും അനുദില് തെറ്റാത്താണല്ലോ അമ്മ. എന്ത് തെറ്റ്? എന്റെ സർവനാശമാണ് സന്തോഷേട്ടൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ അതിന് നിന്ന് തരാം. അതോടെ തീരുമല്ലോ പ്രശ്നം. ഈ അസുഖം ഒഴിച്ചിട്ടും സന്തോഷേട്ടൻ എന്നോട് ഈ പക ഉണ്ടാവണം. അതുവരെ സന്തോഷന്റെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം. അത് ഞാൻ ചെയ്യേണ്ടതാണെന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. ഈ ഒരു നേരം സന്തോഷേട്ടന് ഏറ്റവും അധികം വേണ്ടത് മനസ്സിന്റെ പിന്തുണയാണ്. അതും മരുന്നാണല്ലോ. സന്തോഷേട്ടൻ പഴയ പടിയാവുന്നത് വരെ ഞാനുണ്ടാവും. ശേഷം പഴയ മനസ്സോടെ പൂർണ്ണ ആരോഗ്യത്തോടെ വിധിക്കുന്ന എന്ത് ശിക്ഷയും ഞാൻ ഏറ്റുവാങ്ങിക്കോളാം. ഇങ്ങനത്തെ ഈ ഇരിപ്പ് കൊള്ളാം. നിങ്ങളെയും ഈ ലോകമൊക്കെ നേരെ കാണാലോ. സാറേ വെള്ളം കുടിക്കണം. കെട്ടിയിട്ടിരുന്നോണ്ടേ സാറിന്റെ കൈക്ക് ബലക്കുറവുണ്ട്. ഞാൻ പിടിക്കാം സാർ. സാർ കുടിക്കണം. ധാരാളം വെള്ളം കുടിക്കണമെന്നാ ഡോക്ടർ പറഞ്ഞത്. ശരിക്കും ഡീഹൈഡ്രേറ്റ് ആയിട്ടുണ്ട്. അവിടെ വായി മൂടിക്കെട്ടി ഇട്ടിരിക്കല്ലായിരുന്നോ? ജീവൻ കിടക്കാൻ ഉണക്ക ബ്രെഡും. സാറിന് നല്ല ക്ഷീണമുണ്ട്. ജോണും സന്തോഷനും എങ്ങനെയുണ്ട് പോ? രണ്ടാളും ഇവിടെയുണ്ട്. ജോണിന്റെ സർജറി കഴിഞ്ഞു. ഇപ്പൊ പോസ്റ്റ് ഓപ്പറേറ്റീവ് ഒബ്സർവേഷനിലാ. അന്നേരത്തെ കാര്യങ്ങളൊക്കെ ആകെ ഒരു ബഹളവും ഞെട്ടലുമായിട്ടാ ഉള്ളിലുള്ളൂ. ജോണിന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഭാഗ്യത്തിന് തോളിലല്ലേ സാർ വെടികൊണ്ടത്. ഇങ്ങനൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ജോണിന് എന്തെങ്കിലും പറ്റിയാ ഞാനില്ല. പിന്നെ അതറിഞ്ഞപ്പോ തുടങ്ങിയ വിറയില് ഇതുവരെ മാറിയിട്ടില്ല. മനസ്സിലായി. ഞങ്ങൾ നേരിട്ട് കണ്ടല്ലേ മേരി. ആ ഷോക്ക് ഇപ്പോഴും ഉള്ളിലും. എന്റെ മുന്നിൽ ജോണ് വീഴുമ്പോ എന്റെ കണ്ണിലാകെ ഇരുട്ട് കയറി. എല്ലാം തീർന്നെന്ന് തന്നെ പേടിച്ചു. ഭാഗ്യത്തിന് ഗുരുവായൂരപ്പൻ കാത്തു. മനോനില ആകെ തകർന്ന സന്തോഷിനെ ഹോസ്പിറ്റലിൽ നിന്നോ മറ്റോ പിടിച്ചോണ്ട് വന്നപ്പോഴേ മോഹൻ എന്തോ കുബുദ്ധിയുണ്ടെന്ന് എനിക്ക് തോന്നിയതാ. മോഹന്റേത് വല്ലാത്ത ആഗ്രഹങ്ങളല്ലേ സാർ? എന്റെ മുന്നിൽ വെച്ച് സാറിനെ കൊല്ലുക, സന്തോഷിനെ കൊണ്ട് എന്നെ കൊല്ലിക്കുക. അയാള് ശരിക്കും ഒരു സൈക്കോയാ. അല്ലാതെ ആർക്കെങ്കിലും ഇങ്ങനെയൊക്കെ തോന്നുവോ? അതെ. സന്തോഷിനിപ്പോ എങ്ങനെയുണ്ട്? വല്ലാത്തൊരു പേടി പിടികൂടിയിട്ടുണ്ട്. ഈ സംഭവത്തിന്റെ ഫലമാണെന്നാ ഡോക്ടർ പറഞ്ഞത്. ക്രമേണ മാറുമെന്ന് പറഞ്ഞു. അതെ, നമുക്ക് തന്നെ ഇത് വല്ലാത്ത ഷോക്കായിരുന്നു. അപ്പോ ഇങ്ങനൊരു അവസ്ഥയിലുള്ള സന്തോഷിനെ ഉറപ്പായും ഡീപ്പായിട്ട് ബാധിക്കില്ലേ? ശരിക്കും ബാധിച്ചു. കുഞ്ഞി സന്തോഷിന്റെ കാര്യങ്ങൾ നോക്കാൻ ഇപ്പോ ഒപ്പം നിപ്പുണ്ട്. അത് നന്നായി. അങ്ങനെ ഒരു തോന്നല് തന്നെ എനിക്ക് വലിയ കാര്യമായിട്ട് തോന്നി. സാധാരണ ഡിവോഴ്സിന്റെ ഘട്ടത്തിലേക്ക് പോയാൽ അവർ തമ്മിൽ ശത്രുവാകുമല്ലോ.
അതാണല്ലോ പതിവ്. ഒന്നിച്ചു കഴിയാനാവില്ലെന്ന് കരുതുമ്പോഴും മറ്റേയാളുടെ മോശം ഘട്ടത്തിൽ ഒപ്പം നിൽക്കാമെന്ന തോന്നൽ തന്നെ എനിക്ക് അഭിമാനമായി തോന്നി. അതെ, ഉറപ്പായും അഭിമാനിക്കും. പകർത്താവുന്ന നല്ല മാതൃക തന്നെ. സർ, ഇവളും ജോണും മോഹനാണ് വെടിവെച്ചെന്ന വിധത്തില പോലീസിന് മൊഴി നൽകിയത്. അല്ലെങ്കിൽ സന്തോഷ് അക്കാര്യത്തിൽ പ്രതിയാവും സർ. പോലീസ് മിക്കവാറും സാറിന്റെ മൊഴിയും എടുക്കും. ഞാനും മോഹൻ ചെയ്തു എന്ന് തന്നെ പറയാം. യഥാർത്ഥത്തിൽ അത് തന്നെയാണല്ലോ സത്യവും. തെറ്റിയ മനോനിലയിലുള്ള ഒരാളെ നിർബന്ധിച്ച് വെടിവെപ്പിക്കാന്നൊക്കെ പറഞ്ഞാൽ ആരാ തെറ്റുകാരൻ? അതെ സർ, മോഹൻ തന്നെയാ. ഉം. നമ്മൾ പറയുന്ന സംഭവം ഒരേ കണക്കാവണം, അത്രേ ഉള്ളൂ. ഞാനും അങ്ങനെ പറഞ്ഞു. സർ, അവിടെ ജോണിന്റെ എന്തെങ്കിലും കാര്യത്തിന് വിളിച്ചാ ഞാൻ അറിയില്ല. എന്നാ ഞാൻ അങ്ങോട്ട് നിൽക്കാം. ശരി മേരിക്കുട്ടി. സർ, ഞാനും ഒന്ന് പോയിട്ട് വരാം. ശരി സർ. എന്തായാലും സന്തോഷും ജോണും ഹോസ്പിറ്റലിൽ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരാലോ. ചെല്ലുക സർ. വരാം സർ. ശരി സർ. സാർ ഇപ്പൊ അത്യാവശ്യം സ്റ്റേബിൾ ആയിട്ടുണ്ട്. എന്തേ ഇനി സ്റ്റേബിൾ അല്ലാതാക്കണോ? എന്താണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? ആ പാവത്തിന് ഈ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ? അത് മോഹൻ കാരണമല്ലേ? മോഹന്റെ അന്നത്തെ ആക്സിഡന്റും ഇപ്പോഴത്തെ കിഡ്നാപ്പിംഗും ഒക്കെ സംഭവിച്ചത് സത്യത്തിൽ നീ കാരണമല്ലേ? എന്നിട്ട് നീ ഇപ്പോഴും സാറിൽ നിന്ന് ബുദ്ധിപൂർവ്വം ഒരു അകലം പാലിക്കുന്നു അല്ലേ? എടി, ബുദ്ധിപൂർവ്വം ബോധപൂർവ്വം ഒന്നും അല്ല. നിനക്കറിയാലോ, എനിക്ക് അത്രമേൽ ബഹുമാനമുള്ള ഒരു വ്യക്തിയല്ലേ കൃഷ്ണേന്ദ്രൻ സാർ. എന്റെ ബഹുമാനം കൂടുമ്പോ അടുപ്പം അങ്ങ് കുറയുവോ? എടി, സാറിന് അതിൽ ശരിക്കും വിഷമമുണ്ട്. അതെന്താ നീ അങ്ങനെ പറഞ്ഞു? എടി, ഇപ്പൊ നീ ഇറങ്ങാൻ നേരം സാർ എന്താ പറഞ്ഞെന്ന് നീ ശ്രദ്ധിച്ചോ? ഇനി അങ്ങോട്ട് ചെല്ലാനല്ലേ? അല്ല, സന്തോഷും ജോണും ഹോസ്പിറ്റലിൽ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് ഇടയ്ക്ക് വരാമല്ലോ എന്ന്. എടി, അതിന്റെ അർത്ഥം എന്താ? എടി, ജോണും സന്തോഷും ഒക്കെ ഉള്ളത് കൊണ്ട് ഇടയ്ക്ക് നിങ്ങൾ ഇങ്ങോട്ട് വരുമല്ലോ എന്ന്. എന്ന് വെച്ചാ അവരൊന്നും ഇവിടെ ഇല്ലാതെ സാർ ഇവിടെ വയ്യാതെ കിടന്നിരുന്നെങ്കിൽ നമ്മുടെ സാറിനെ കാണാൻ വരില്ലായിരുന്നു. അങ്ങനെ സാർ പറഞ്ഞില്ലല്ലോ. സാറേ, നേരിൽ അങ്ങനെ പറയണ്ട. പറഞ്ഞതിന്റെ അർത്ഥം അങ്ങനെ തന്നെയാ. എടി, സാറ് വയ്യാതെ ഇവിടെ ഒറ്റയ്ക്ക് കിടന്നാലും നമ്മൾ വരുമല്ലോ. എടി, സാർ അത് പ്രതീക്ഷിക്കുന്നില്ല എന്നതാ സാറ് പറഞ്ഞതിന്റെ അർത്ഥം. എടി, ഒറ്റയ്ക്കായി പോയൊരു മനുഷ്യന്റെ വിഷമാണ് ആ പറഞ്ഞത്. അത് മാത്രം നിനക്ക് മനസ്സിലാവുന്നില്ലല്ലോ, ബാക്കി എല്ലാം മനസ്സിലാവും. നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്ക് വിഷമം തോന്നിയിട്ട് സാർ വർഷങ്ങളായി നിനക്ക് വേണ്ടി കാത്തിരുന്നു. നീ സൂത്രത്തിൽ കുതറിപ്പോകും. ദേ, ഇപ്പൊ തന്നെ ജോണിന്റെ പോസ്റ്റ് ഓപ്പറേഷന് പുറത്ത് വിളിച്ചാൽ കാര്യങ്ങൾക്ക് ഒരാൾ വേണം. അതുകൊണ്ടാ ഞാൻ അവിടെ ഇങ്ങോട്ട് പോകുന്നത്. അതിന് നീ എന്തിനാ എന്റെ കൂടെ വന്നത്? അവിടെ വേറെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. എടി, ഇവിടെ സാർ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. നിനക്ക് സാറിന്റെ ഒപ്പം നിന്നൂടെ? ഞാൻ സത്യത്തിൽ അങ്ങനെയൊന്നും ആലോചിച്ചില്ല. ഓ, അതൊന്നുമല്ല. നീ ഇപ്പോഴും നിന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് മോശമാവുന്നുള്ള ഒരു പേടിയെ നിന്റെ ഉള്ളിൽ വെക്കുന്നുണ്ട്. മേരി, ഞാൻ 3 മക്കളുടെ അമ്മയും കൂടിയല്ലേ. പലതും പരിഗണിക്കണ്ടേ? ഓ, പരിഗണിച്ചു. പക്ഷേ നമുക്കായി ജീവിതം ഒഴിഞ്ഞു കളഞ്ഞ ഒരു മനുഷ്യനെ മാത്രം പരിഗണിക്കാതെ പോകരുത്. അത് ദ്രോഹമാണ്. പരിക്കേറ്റ ജോണിനും വിഭ്രാന്തിയുടെ ചുഴിയിൽപ്പെട്ട സന്തോഷിനുമിടയിൽ ആർക്കൊപ്പമാണ് ഉണ്ടാവേണ്ടത് എന്ന ഉറപ്പിലേക്ക് വീണ. ആർക്കൊപ്പമാവണം വീണ എന്നതിൽ പ്രേക്ഷക മനസ്സും തുലാസിലാണ്. ഉറച്ച ചുവടോടെ ടീച്ചറമ്മ കഥ തുടരുന്നു.